കാലത്ത് നമ്മുടെ ജീവിതം എത്ര സുന്ദരമായിരുന്നു, എത്ര മഹനീയമായിരുന്നു, എത്ര സന്തോഷപ്രദമായിരുന്നു. ഇന്നവയെല്ലാം നഷ്ടപ്പെട്ടുവല്ലോ എന്നോർത്ത് വ്യാകുലപ്പെടുന്ന, സ്വയം വിഷമത്തിലകപ്പെടുന്നവരാണ് നമ്മിലധികവും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉണ്ടായ ദുരനുഭവത്തെ മനസ്സിലിട്ട് നീറ്റുന്ന ചിലരുണ്ടാകാം. മറ്റു ചിലരാകട്ടെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വരാൻ പോകുന്നത് എന്നോർത്ത് സദാ ഉത്കണ്ഠപ്പെടുന്നവരാണ്. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഏറെ പേരും ഇത്തരം ചിന്തകളാൽ അലട്ടപ്പെടുന്നവരാണ്. തോക്കുമോ, ജയിക്കുമോ, രക്ഷപ്പെടുമോ ഇല്ലയോ, ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നെല്ലാം നിരന്തരം ചിന്തിച്ച് വ്യാകുലപ്പെടുന്നവരാണ്, വിഷമിക്കുന്നവരാണ്. എവിടെയാണ് നമുക്ക് ഈ ഭാരമെല്ലാം ഇറക്കി വയ്ക്കാൻ കഴിയുന്നത്? എവിടെയാണ് സ്വസ്ഥതയുടെ പ്രകാശം നമുക്ക് കണ്ടെത്താനാകുന്നത്? എങ്ങനെയാണ് സ്വസ്ഥത നമുക്ക് നിർമ്മിച്ചെടുക്കാനാകുന്നത്? ഒരിക്കൽ ജേതവനത്തോപ്പിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു ബുദ്ധഭിക്കുവിനോട് ഒരു കച്ചവടക്കാരൻ ഇങ്ങനെ ചോദിച്ചു: നിങ്ങൾ ലോകാരാധ്യനായ ബുദ്ധന്റെ അനുയായിയാണല്ലോ. ആ ബുദ്ധൻ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഇത് കേട്ട ഭിക്കു പറഞ്ഞു: ബുദ്ധൻ പറഞ്ഞതിൽ വിശ്വസിക്കണമെന്നോ യോജിക്കണമെന്നോ ബുദ്ധനോ അദ്ദേഹത്തിന്റെ അനുയായികളോ നിർബന്ധിച്ചിട്ടുമില്ല. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു: എന്റെ കച്ചവടം തകർന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളിൽ ഒരാൾ അപ്രതീക്ഷിതമായി അപകടത്തിൽപ്പെട്ട് മരിച്ചു. നിങ്ങൾക്കോ നിങ്ങളുടെ ബുദ്ധനോ എന്നെ രക്ഷിക്കാൻ കഴിയുമോ? ഭിക്കു നിശബ്ദനായിരുന്നു. കച്ചവടക്കാരൻ അയാളുടെ ചോദ്യം ആവർത്തിച്ചു. പക്ഷേ ഭിക്കു മറുപടിയൊന്നും പറഞ്ഞില്ല. കച്ചവടക്കാരൻ ചോദിച്ചു: ഭഗവാൻ ബുദ്ധനെ ഭജിച്ചാൽ എന്റെ പ്രശ്നങ്ങൾ മാറുമോ? എനിക്ക് സമാധാനം കിട്ടുമോ? ഇല്ലല്ലോ. പിന്നെ എന്ത് പ്രയോജനമാണ് ബുദ്ധനെ കൊണ്ടോ ബുദ്ധ ശിഷ്യന്മാരെ കൊണ്ടോ ഞങ്ങൾക്കുണ്ടാകുന്നത്? അല്പനേരത്തെ മൗനത്തിന് ശേഷം ഭിക്കു പറഞ്ഞു: ആരുടെ കച്ചവടമാണ് തകർന്നത്? എന്റെ. ആരുടെ പ്രിയപുത്രനാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്? എന്റെ. ആരുടെ മനസ്സാണ് വേദനിക്കുന്നത്? എന്റെ. നിങ്ങളുടെ മനസ്സ് ആരിലാണ്? എന്നിലാണ്. ഭിക്കു വീണ്ടും നിശബ്ദനായി വിശാലതയിലേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു: സംഭവങ്ങളും സാഹചര്യങ്ങളും അനസ്യൂതം നടന്നുകൊണ്ടിരിക്കും. അതെല്ലാം നമ്മുടെ മനസ്സേറ്റെടുക്കുന്ന മാത്രയിൽ നാം അസ്വസ്ഥതയിലകപ്പെടും. നമ്മുടെ അനുവാദമില്ലാതെ അതെല്ലാം മനസ്സിലേക്ക് പ്രവേശിക്കും. അതാണ് മനസ്സിന്റെ സ്വഭാവം. അത് കാതിലേക്ക് ശബ്ദം അനുവാദമില്ലാതെ പ്രവേശിക്കും പോലെയാണ്. എല്ലാ നിയന്ത്രണങ്ങൾക്കും ഫലമുണ്ട്. മനസ്സ് നിയന്ത്രണ വിധേയമാണ്. സ്വന്തം അറിവ് കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. എല്ലാ അറിവുകളും നമുക്ക് സ്വയം ആർജിക്കുവാനും കഴിയണമെന്നില്ല. ബുദ്ധന്മാർ ജീവിതത്തെക്കുറിച്ചുള്ള അറിവുകൾ ആർജിച്ചവരാണ്. സ്വപരിശ്രമത്തിലൂടെ അതിന് പ്രാപ്തരായവർ. പ്രാർത്ഥനയ്ക്ക് ഫലം എത്തിച്ചു തരുന്ന യാതൊന്നും ഭൂമിയിൽ ഇല്ലെന്നാണ് ബുദ്ധന്റെ പാഠം. അതുകൊണ്ട് തന്നെ എല്ലാ ബൗദ്ധരോടും ബുദ്ധൻ ആവശ്യപ്പെടുന്നത് രക്ഷയ്ക്കുള്ള മാർഗം സ്വയം കണ്ടെത്തണമെന്നാണ്. നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങളുടെ പ്രാർത്ഥന. ഫലമെത്തും. ഇത് കേട്ട കച്ചവടക്കാരൻ ചോദിച്ചു: എന്നെ പോലുള്ളവർ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ നേരിടാൻ ബുദ്ധന്റെ എന്തുപദേശമാണുള്ളത്? ഭിക്കു പറഞ്ഞു: ബുദ്ധൻ പറയുന്നത് ശരിയായ ചിന്ത പോഷക സമൃദ്ധമായ ആഹാരം പോലെയാണ് എന്നാണ്. ജീവിതാനുഭവങ്ങളായും മറ്റുള്ളവരുടെ പാഠങ്ങളായും നമ്മുടെ തീരുമാനങ്ങൾക്ക് കാരണമായി തീരുന്നത് ഇത്തരം അറിവുകളാണ്. വർഷങ്ങൾ കഴിഞ്ഞു മാത്രം ഒരുപക്ഷെ നാം തിരിച്ചറിയാവുന്ന ഒരു യാഥാർത്ഥ്യം അതിനെക്കുറിച്ച് അറിവുള്ള ഒരാൾക്ക് വേഗം പകർന്നു തരാൻ കഴിയും. ഗുരുവിന്റെ പ്രാധാന്യം അവിടെയാണ്. ബുദ്ധന്മാർ വഴികാട്ടികളാണ്, ജീവിതത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ളവർ. തുടർന്ന് ഭിക്കു ഇങ്ങനെ പറഞ്ഞു: ജേതവനത്തോപ്പിൽ ഒരിക്കൽ അനാഥപിണ്ഡകന്റെ ഉദ്യാനത്തിൽ ഭഗവാൻ ബുദ്ധൻ അധിവസിക്കുന്ന കാലത്ത് സ്വസ്ഥമായ രാത്രികൾ നമുക്കുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ബുദ്ധൻ നമ്മോട് പറയുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ശ്രദ്ധിക്കുക. അതീതം നന്വാഗമയ്യ നപ്പടിക്കങ്കേ അനാഗതം. കഴിഞ്ഞുപോയത് തിരിച്ചു വരില്ല. ഇനിയും എത്തിച്ചേരാത്തവയിൽ പ്രതീക്ഷയർപ്പിക്കരുത്. യതീതം പഹീനം തൻ അപ്പത്തഞ്ച് അനാഗതം. ഏതാണോ കഴിഞ്ഞുപോയത് അത് ഇല്ലാതായതാണ്. ഇനിയും
എത്തിയിട്ടില്ലാത്തതിനാൽ ഭാവിയെ പ്രതീക്ഷിക്കരുത്. പച്ചുപ്പനഞ്ചയോധമ്മം തത്ത വിപസ്സതി. പറയുന്ന സമയത്ത് ഈ നിമിഷം കർത്തവ്യനിരതനായിരിക്കുക. അത്തരത്തിൽ ഉൾക്കാഴ്ചയുണ്ടായിരിക്കുക. അസംഹീരൻ അസംകുപ്പം തങ് വിദ്വാ മനുബ്രൂഹയെ. അപ്രകാരം പതരാതെ നിശ്ചയദാർഢ്യത്തോടെ ബുദ്ധിമാന്മാർ വികാസം പ്രാപിക്കുന്നു. അജ്ജേവ കിച്ചമാതപ്പং കോ യജ്ഞാമരണൻ സുവേ. നാളെ മാറ്റമുണ്ടെന്ന് ബോധ്യമുള്ളവനായിരുന്നു കൊണ്ട് ഈ സമയം ഈ നിമിഷം കർത്തവ്യനിരതമായിരിക്കുക. നഹിനോ സംകാരം തേനെ മഹാസേനേന മച്ചുന. വലിയ സൈന്യത്തോടൊപ്പം മരണം ഉണ്ടെന്നതുപോലെ തൊട്ടടുത്ത നിമിഷം മാറ്റമുണ്ടാകുമെന്ന് കരുതിയിരിക്കുക. ഏവം വിഹാരിം ആദാപിം അഹോരത്തമദന്തിതം. രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ട് ജീവിക്കുക. തങ്വേ ഭദ്ദേകരത്തോതി സത്തോ ആജിഖതേ മുനി. അങ്ങനെയുള്ളവന് തീർച്ചയായും സ്വസ്ഥമായ രാത്രി ഉണ്ടാകും. സന്തുഷ്ടരായ മുനിമാർ മനസ്സിലാക്കി തരുന്നത് ഇപ്രകാരമാണ്. നമ്മുടെ മനസ്സമാധാനത്തെയും സ്വസ്ഥതയെയുമാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടരുത്. കാരണം നമുക്ക് സമാധാനം തരാത്ത യാതൊന്നിലും ബന്ധിക്കപ്പെട്ട് കിടക്കരുത്. നമ്മുടെ മാനസിക സംഘർഷങ്ങളുടെയും അസ്വസ്ഥതകളുടെയും പ്രധാന കാരണങ്ങളിലൊന്ന് നാം മനുഷ്യർ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മുടെ കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഇപ്പോൾ കടന്നുപോയ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാനസിക സംഘർഷത്തെ അകറ്റി നിർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടാതിരിക്കുകയാണ് വേണ്ടത്. അകിരാവതി നദിക്കരയിൽ ബുദ്ധസംഘങ്ങളുടെ ഈരടികൾ പ്രതീക്ഷാനിർഭരമായി മാറ്റൊലിക്കൊള്ളുന്നുണ്ടായിരുന്നു. ബുദ്ധൻ പറയുന്നത് നമുക്കിനിയും ഇങ്ങനെ വിശകലനം ചെയ്യാം. അതീതൻ നന്വാഗമയ്യ നപ്പടിക്കങ്കേ അനാഗതം. കഴിഞ്ഞു പോയത് തിരിച്ചു വരില്ല. ഇനിയും എത്തിച്ചേരാത്തവയിൽ പ്രതീക്ഷയർപ്പിക്കരുത്. കഴിഞ്ഞുപോയ സംഭവങ്ങളിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. കാരണം കഴിഞ്ഞുപോയ അഥവാ കഴിഞ്ഞ കാലത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാനാകില്ല. അതിനാൽ തന്നെ കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ച ഒന്നിലും നമുക്ക് തിരുത്തൽ വരുത്താനോ മാറ്റം വരുത്താനോ കഴിയില്ല. ബുദ്ധൻ പറയുന്നു, യതതീതം ഭീനം തങ് അപ്പത്തഞ്ച് അനാഗതം. ഏതാണോ കഴിഞ്ഞു പോയത് അത് ഇല്ലാതായതാണ്. ഇനിയും എത്തിയിട്ടില്ലാത്തതിനാൽ ഭാവിയെ പ്രതീക്ഷിക്കരുത്. കഴിഞ്ഞ കാലം അഥവാ പാസ്റ്റ് മാറ്റത്തിന് വിധേയമല്ല എന്നാണ് ബുദ്ധൻ പറയുന്നത്. ഇനി തിരുത്തലുകൾ സാധ്യമല്ലാത്ത, മാറ്റങ്ങൾ സാധ്യമല്ലാത്ത യാതൊന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത് എന്നാണ് ബുദ്ധന്റെ പ്രബോധനം. അതാണ് ബുദ്ധൻ പറയുന്നത്. കഴിഞ്ഞുപോയ കാലങ്ങളോ സംഭവങ്ങളോ ഇന്ന് ഇപ്പോൾ പ്രസന്റിൽ നമുക്ക് സ്വന്തമല്ല. നമുക്ക് സ്വന്തമായത് നമ്മുടെ വിചാരങ്ങളും ചിന്തകളും നമ്മുടെ സ്വസ്ഥതയും അസ്വസ്ഥതകളും ഒക്കെ തന്നെയാണ്. അവ നമ്മുടെ നിയന്ത്രണത്തിലാണ്, നമ്മുടെ നിയന്ത്രണ പരിധിയിലാണ്. തിരുത്തലുകൾക്ക് സാധ്യതയില്ലാത്ത, അതിൽ തന്നെ ഇനി മാറ്റങ്ങൾ സാധ്യമല്ലാത്ത ഭൂതകാലത്തെക്കുറിച്ചോർത്ത് ഇന്നത്തെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥതയിൽ അകപ്പെടുത്തുന്നത് എന്തിനാണ്? അതുകൊണ്ട് ബുദ്ധൻ പറയുന്നു, പച്ചുപ്പന്നഞ്ചയോധമ്മം തത്ത വിപസ്സതി. പറയുന്ന സമയത്ത് ഈ നിമിഷം കർത്തവ്യനിരതനായിരിക്കുക. അത്തരത്തിൽ ഉൾക്കാഴ്ചയുണ്ടായിരിക്കുക. ഇന്ന് ഇപ്പോൾ പ്രസന്റിൽ ജാഗ്രതയോടെ ജീവിക്കാനാണ് ബുദ്ധൻ പഠിപ്പിക്കുന്നത്. പ്രസന്റിൽ, അതായത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും മാനസിക സംഘർഷങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഇടവരാത്ത വിധം മനസ്സാന്നിധ്യത്തോടെ ജീവിക്കാനാണ് ബുദ്ധന്റെ പ്രബോധനം. ഇന്ന് നാം കൂടുതൽ കർത്തവ്യനിരതമാവുകയും നമ്മുടെ ശേഷിയും കഴിവും പ്രാഗൽഭ്യവും നിരന്തരം മെച്ചപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക. ഇന്നത്തെ ഈ പറയുന്ന സമയത്തെ ജീവിതത്തിനാണ് പ്രാധാന്യം. ഇന്നത്തെ ഈ നിമിഷത്തിലെ ജീവിതത്തെ തകർക്കുന്ന, ശോഷിപ്പിക്കുന്ന, ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന ഭൂതകാലത്തെയോ കഴിഞ്ഞ കാലത്തെയോ നാം ജീവിതത്തിൻ്റെ ഒപ്പം കൂട്ടരുത്. എന്നാൽ വളരെ പ്രാക്ടിക്കലായിരുന്നു കൊണ്ട് മനസ്സിനെയും ജീവിതത്തെയും
വ്രണപ്പെടുത്താത്ത വിധം ഭൂതകാലത്തിൽ നിന്ന് പാഠങ്ങൾ സ്വീകരിക്കുക. ഇന്നു ജീവിക്കുക. ഇനി തിരുത്തലുകൾക്ക് സാധ്യതയില്ലാത്ത വിധം ഓരോ പ്രസന്റും പാസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. നാം ജീവിക്കുന്ന ഓരോ നിമിഷവും ഭൂതമാവുകയാണ്, മാറുകയാണ്, മരിക്കുകയാണ്. തിരുത്തലുകൾക്കതീതമായി കടന്നു പോവുകയാണ് ഭൂതകാലത്തിലേക്ക്. അതിനാൽ ബുദ്ധൻ പറയുന്നു, അജേവകിച്ചമാതപ്പങ്കോ ജജ്ഞാമരണം സുവേ. നാളെ മാറ്റമുണ്ടെന്ന് ബോധ്യമുള്ളവനായിരുന്നു കൊണ്ട് ഈ സമയം, ഈ നിമിഷം കർത്തവ്യനിരതമായിരിക്കുക. നമ്മുടെ മാർഗം നമ്മുടെ ചിന്തകളാണ്, വിചാരങ്ങളാണ്. എന്നാൽ ആ ചിന്തകളോ വിചാരങ്ങളോ കഴിഞ്ഞുപോയ യാതൊന്നിലും മാറ്റമുണ്ടാക്കാൻ കഴിയുന്നവയല്ല. അതിനാൽ കഴിഞ്ഞുപോയവ ഇന്നത്തെ നിങ്ങളെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ഭൂതകാലത്തിൽ ജീവിക്കാതിരിക്കുകയാണ് വേണ്ടത്. ഭൂതകാലം മാറ്റാനാകാത്തതാണ്. ഓരോ നിമിഷവും മാറ്റമുണ്ടായി മരണത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. കാര്യങ്ങൾ അനിമിഷം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ആ യാഥാർത്ഥ്യത്തെ മനസ്സിരുത്തി ഈ നിമിഷം ശരിയായി ജീവിക്കുക. മാറ്റങ്ങളും പുനർവിചിന്തനങ്ങളും വർത്തമാനകാലത്തിലാണ് സാധ്യമാകുന്നത്. അവിടെ ജാഗ്രതയോടെ ജീവിക്കുക. വരാൻ പോകുന്ന കാലത്തിലോ കഴിഞ്ഞു പോകുന്ന കാലത്തിലോ ആശങ്കയ്ക്കിടവരാത്ത വിധം ഇന്നത്തെ നമ്മുടെ ജീവിതം കുറ്റമറ്റതാക്കാൻ ശ്രമിക്കുക. ജാഗ്രതയോടെ ജീവിക്കുക. മടിയനാകാതിരിക്കുക. ഭാവി കാലം ഇനിയും നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാത്തവയാണ്. അതിനെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുന്നതും അസ്വസ്ഥമാക്കുന്നതും ഈ നിമിഷത്തിലെ നമ്മുടെ ജീവിതത്തെ പ്രതികൂലമാക്കാൻ ശേഷിയുള്ളതാണ്. ജാഗ്രതയോടെയുള്ള നമ്മുടെ ഇന്നത്തെ ജീവിതം കൊണ്ട് ഭാവിയെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കുക. എന്നാൽ ഇന്നത്തെ നമ്മുടെ മിഴിവാർന്ന സ്വസ്ഥമായ പ്രവർത്തനത്തിന് പ്രതികൂലമായി തീരുന്ന ഭാവിയെക്കുറിച്ചുള്ള യാതൊരു ആശങ്കയും കൊണ്ടു നടക്കരുത്. ബുദ്ധൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു, അതീതം നന്വാഗമയ്യ. കഴിഞ്ഞു പോയത് തിരിച്ചു വരില്ല. നപ്പടിക്കങ്കേ അനാഗതം. ഇനിയും എത്തിച്ചേരാത്തവയിൽ പ്രതീക്ഷയർപ്പിക്കരുത്. കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും മനുഷ്യർ എന്തെല്ലാം ചിന്തിച്ചാണ് വ്യാകുലപ്പെടുന്നത്, സംഘർഷത്തിലകപ്പെടുന്നത് എന്ന് വിശദമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ബദ്ധേകരാത്ത സൂക്തം അവസാനിക്കുന്നത്. മനുഷ്യ സംഘർഷത്തെ പിടിച്ചുകെട്ടാൻ ഉതകുന്ന ചിന്തകളുടെ ഒരു സൂത്രമാണ് ബദ്ധേകരാത്ത സൂത്രം. എല്ലായിടങ്ങളിലും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽപ്പുണ്ട്. എപ്രകാരമാണ് നാം അതിനെ സമീപിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരുന്നത്.